എന്തിനാ മുത്തശ്ശി ഇതെല്ലാം? ഇന്ന് പൂതൻ വരണ ദിവസല്ലേ? പൂതനോ? അതെന്താ സാധനം? അയ്യേ, പട്ടണത്തില് വളരണ അമ്മൂന് ഇതൊന്നും അറിയില്ലേ. പൂതൻ എന്ന് വെച്ചാ ഭൂതം. നങ്ങേലിന്ന് അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കത്തോണ്ട് പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? ഇല്ല മുത്തശ്ശി, എനിക്ക് ആ കഥ ഒന്ന് പറഞ്ഞു തരുമോ മുത്തശ്ശി? പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനിയും സമയമുണ്ട്. അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാണ് അത്. അത് കേട്ടാൽ അമ്മൂന്റെ സംശയങ്ങളൊക്കെ മാറും. എനിക്കതൊന്ന് കേൾപ്പിച്ചോ? പിന്നെന്താ, ദാ കേട്ടോളൂ. ആറ്റിൻവക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലേക്കെങ്ങിനെ പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കുന്നു. പാപ്പ കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേടി. കാച്ചിയ മോരൊഴിച്ചൊക്കി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് ആനത്തമ്പിലി മാമനെ കാട്ടിട്ട് മാമു കൊടുക്കുന്നു നങ്ങേടി. താഴെ വെച്ചാലും ഭരിച്ചാലും തലയിൽ വെച്ചാൽ തേനരിച്ചാലും തങ്കന കുടത്തിനെ താലോലം പാടിയിട്ടു തങ്ക കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് അങ്ങനെ തൂങ്കുട തട്ടി ഉറക്കിട്ട് ചാഞ്ഞുമയക്കുന്നു നങ്ങേലി. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതു ഉറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ ഉള്ളിൽ കൗതുകമേറി കഴിഞ്ഞു. അങ്ങനെ നങ്ങേലി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും ഭംഗിയിൽ ഒരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോണതും നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി. ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ? ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അതെന്ത് ചെയ്തുന്നോ, അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു, പൊന്നുണ്ണി പൂങ്കരല് പോന്നണയും പൊൻകതിര് ഓലയെഴു താടികളെ നാട്ടിലെറിഞ്ഞിങ്ങണയൂ. കാട്ടിലെറിഞ്ഞണയുകിലോ കലയിക്കും ഗുരുനാഥൻ പൂത്തമര ചോട്ടിലിരുന്നൊളിനെയും പെൺകൊടിയേ. പൊന്നുണ്ണി പൂങ്കരല് പോന്നണയും പൊൻകതിര് വണ്ടോടിൻ വടിവിലും നീലക കല്ലോലകളിൽ മാന്തളിൽ തൂവെള്ളി ചെറുമുല്ല പൂമുടയ പൂന്തണലിൽ ചെറുകാട്ടത്തിരിടയിലും നെടുതാലോ ഓലയെഴു താണികളെ നാട്ടിലെറിഞ്ഞിങ്ങണയൂ. പൂത്തമര ചോട്ടിലും ഒളിനെയും പെൺകൊടിയിൽ ഓലയെഴു താണികളെ കാട്ടിരിതാ ഞാൻ കളവൂ, കാട്ടിരിതാ ഞാൻ കളവൂ. എഴുത്താണി ഇരുമ്പല്ലേ, അതങ്ങനെ
സാധനങ്ങൾ കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. സ്കൂളിൽ പോണ്ടല്ലോ ഓർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാവമ്മ ഉണ്ണെ കാണാതെ സങ്കടപ്പെട്ടുണ്ടാവും അല്ലേ? സങ്കടപ്പെടണ്ടാവുന്നു, കേട്ടോളൂ. വെയിൽ മങ്ങി മഞ്ഞ് കതിരു പൊങ്ങി വിയതങ്കണത്തിലെ കാൽകൾ പൊങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നില്ല. എവിടെ പോയി നങ്ങേലി നിന്നു തേങ്ങി. ആറ്റിൻ കരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ. നീട്ടി കഴിക്കും പരമീനല്ല നീലവേശ്ചലം നിന്നു പോയി. കുന്നിൻ ചരിവിലെ കൂർത്ത കല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ. പൂമരച്ചോട്ടി ഇരുന്നു ഭൂതം പൂവൻ പഴം പോലുള്ളുണ്ണിയുമാ പൂമാല കോർത്തു രസിക്കേ കേട്ടു. പൂരിത ദുഃഖമേ തേങ്ങലുകൾ പൂരിത ദുഃഖമേ തേങ്ങലുകൾ. ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തു? ചോടിക്കാൻ നോക്കി ഭൂതം പേടിക്കാറങ്ങിനെ നാളമ്മ. കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം ചുറ്റി കറക്കം നാളമ്മ. കാട്ടുതീയായിട്ടും ചെന്നു ഭൂതം കണ്ണീരൊക്കെ എടുത്താളമ്മ. ഹരിയായും ഭൂതം തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. പിന്നെ ഭൂതം ഉണ്ടാക്കില്ലേ? പൊന്നും മണികളും കിഴികെട്ടി തന്നിടാ പൊന്നാരക്കുത്തനെ ഞാനെടുക്കും. ആ പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. പുലരിച്ചെന്താമര പോലവേ ഭൂതത്തിൻ തിരുമുൻപിലർപ്പിച്ചു തൊഴുകുറച്ചു. ഇതിലും വലിയതാണെന്റെ പൊന്നോമന അതിനെ തരികന്തേ ഭൂതമേ നീ. അമ്മയ്ക്ക് ഇപ്പൊ കണ്ണ് കാണുന്നില്ലോ. ഭൂതം വേറൊരു വിധി എടുത്തു. തെച്ചി കോലു പതിച്ചു ഭൂതം ചേലൊടു മന്ത്രം ജപിച്ചു ഭൂതം മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം മാർക്കോടടുക്കേ മോദി ഭൂതം. അമ്മയെടുത്തി ഉമ്മ കൊടുത്തി കഞ്ചിതമോദം മൂർധാവിങ്കൽ കടലി കടലി പുല്ലിയവാറെ വേറി കൊന്നെന്നോദിയേറ്റ പെറ്റ വയറ്റിനെ വഞ്ചിക്കുന്നൊരു പൊട്ട ഭൂതമിതെന്നു കയത്താൾ
ഞെട്ടിയിറച്ചു മതിച്ചു പൂരം കുട്ടിയെ വേഗം വിട്ടുകൊടുത്താൽ അമ്മേ നിങ്ങളുടെ തങ്കക്കുഞ്ഞിനെ ഞാനീ മേലിൽ മറച്ചു പിരിക്കി എന്നുടെ നേരെ കോപമിലേറെ നരുനരുവിനെ നീട്ടിടല്ലേ നിന്നുടെ കണ്ണുകൾ മുൻപടി കാൺ നിന്നുടെ കുഞ്ഞിരു തന്നെ തൊഴുതു വിറച്ചേ നോക്കൂ ഒട്ടുമടങ്ങിയടങ്ങി ഭൂതം ഉണ്ണിയെ കിട്ടിയില്ലേ അമ്മയ്ക്ക് സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്കാൻ വയ്യാതെ ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറച്ച് കരഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു. അമ്മയ്ക്ക് പാവം തോന്നി. അവള് പറഞ്ഞു, മകര കൊയ്ത്തു കഴിഞ്ഞി തെങ്ങരി കണ്ടു കാലം കളമക്കതിർമണി കളമതിലൂതൻ പൊന്നിൻ കുന്നുകൾ തീർക്കും കാലം വന്നു മടങ്ങണ ആണ്ടുകൾ തോറും പൊന്നുണ്ടീക്കൊരു കുതുകം ചേർക്കാൻ ഞങ്ങളുടെ വീട്ടിനു മംഗളമേകാൻ ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ ഭൂതമതങ്ങിനെ തന്നെയെന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ മകര കൊയ്ത്തു കഴിഞ്ഞാലിപ്പോൾ പോന്നു വരുന്നു വീടുകൾ തോറും. അങ്ങനെ എല്ലാവരും ഉണ്ണി അന്വേഷിച്ചു വരണതാ കൂടൻ. ദാ അവരെത്തിക്കഴിഞ്ഞല്ലോ. നമുക്കങ്ങ് ചെല്ലാം. മുത്തശ്ശി എത്ര പാവഭൂതമല്ലേ. മനുഷ്യനായാലും ഭൂതായാലും അമ്മയുടെ മനസ്സൊന്നാ. അത് അമ്മന് ഇപ്പൊ മനസ്സിലാവില്ല. കേട്ടില്ലേ കുടികൊട്ടുന്ന കിടന്നിക്കലന്തലുകൾ അയ്യയ്യാവരവങ്ങൾ കോകുലമേലഞ്ഞതൂതം സാധിച്ച ഓടകൾക്ക് കലവലപാടും പണ്ടങ്ങൾ അരുവിനയുക്കടിച്ചായ കിരീടം തലയിലഞ്ഞ കരിന്തൂതം ചെപ്പിണ ജന്മണി കുത്തുമുലകളിൽ തേരിലിരയും പൂമാല്യം പുറമടി അപ്പടിയും മുടുക്കിടയ്ക്കും ചെമ്പൻ കാറുകൾ കുത്തോളം മൂക്കുകൾ മീതെ ആദ്യമൻ കെട്ടിയ വെള്ള ആവാട അയ്യയ്യാവരവഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിക്കൂടം 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 അയ്യയ്യാവരവഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിക്കൂടം